എന്താ? ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. പിന്നെ നമുക്ക് ആ താഴത്ത് വീട്ടുകാരായിട്ട് അത്ര വലിയ അടുപ്പൊന്നും വേണ്ട കേട്ടോ. അതെന്താ? അത് ആ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാ. അയ്യോ. പിന്നെ മൂത്ത മോനില്ലേ, അവൻ കൊട്ടി കൊട്ടി വട്ടായതാ. അയ്യോ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇളയ മോനൊരു പ്രദീപില്ലേ, അവന് മാത്രം വട്ടില്ല. അവനെ എന്നോട് പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം അവരോടൊക്കെ അടുത്ത് പെരുമാറാന്ന്. അയ്യോ ദൈവമേ, കണ്ടാൽ അങ്ങനൊന്നും തോന്നില്ല കേട്ടോ. ഇത് പറയാൻ കൂടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചുരുക്കി പറഞ്ഞാലേ താഴത്തെ വീട്ടുകാരായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. വേണ്ട. ഞാൻ പോയാലും ഇവിടെ കഥ കടച്ച് പൂട്ടിയിരുന്നോ, ഞാൻ വന്ന് മുട്ടിയെ മാത്രം തുറന്നാ മതി. അയ്യോ, കുളിച്ചിട്ട് തല ഉണങ്ങിയില്ല അല്ലേ? പോയി തോർത്ത് പനി പിടിക്കും. അല്ല, പുറത്തു കഴിഞ്ഞോ? നീ കാപ്പ് കുടിക്കുന്നില്ലേ? സോറി, സമയമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണുമോ? ഒന്നും പറയാൻ പറ്റില്ല. പ്രദീപേ, മോളിലുള്ളത് എന്റെ കൂട്ടുകാരനൊന്ന് വിളിക്ക്, ഞങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടാ. അച്ഛൻ കണ്ടില്ലേ? അവന്താ ഇപ്പൊ പോയുള്ളൂ അങ്ങോട്ട്. പോയി. കാലം വന്ന് കരുത്തെ കരടുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ പറ്റൂടാ. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാൻ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ തന്തയെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു കലാകാരനായ എന്റെ മുഖത്തേക്ക് ചോദിച്ചു, ഇത്രയും കാലം കൊട്ടു നടന്നിട്ട് എന്തുണ്ടാക്കിയെന്ന്. എന്നാ കേട്ടോ, ഉണ്ടാക്കിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ. ഈ 15-ാം തീയതി നിങ്ങളുടെ മകൻ പ്രഭാകരൻ കച്ചേരിക്ക് മൃദംഗം വായിക്കുന്നു. പാട്ടുകാരനായിരിക്കും. തൊക്കടായും ചക്കടയൊന്നുമല്ല, സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ഇന്നസെന്റിന്റെ കച്ചേരിക്ക് കേളകത്ത് പ്രഭാകരൻ മൃദംഗം വായിക്കുന്നു. ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ശൈലജേ, ശൈലജേ. എന്താ? ആരോട് ചോദിച്ചിട്ടാ ഇത് അലക്കി വെച്ചത്? ഞാനാ. ആരോട് ചോദിച്ചിട്ടാ? ചോദിച്ചു കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണെന്ന്? അലമാരിക്കുള്ളിൽ അഴുക്കായ ഷർട്ട് കണ്ടപ്പോ ഞാൻ എടുത്തോണ്ടുപോയി നനച്ചു. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ അരങ്ങേറ്റത്തിന് മൃദംഗം വായിച്ചപ്പോ അന്നിട്ടിരുന്ന ഷർട്ടാണിത്. അന്നത്തെ ആ വിയർപ്പിന്റെ മണം പോലും കളയാതെ സൂക്ഷിച്ചു വെക്കണം ജീവിതകാലം മുഴുവൻ എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം. ഗാന്ധിജിയുടെ വടി, നെഹ്റുവിന്റെ പേന, എംജിആറിന്റെ കന്നഡ, പാലക്കാട്ട് മഴയുടെ മൃദംഗം, അതുപോലെ സൂക്ഷിച്ചു വെച്ചതാണ് ഷർട്ടും. എന്റെ ആ സ്വപ്നങ്ങൾ മുഴുവൻ കേവലം ഒരു ഘട്ട സോപ്പ് കൊണ്ട് നീ കഴുകിക്കളഞ്ഞല്ലോടി പെണ്ണെ. നീ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയണ്ട. ഇത് പഴയതുപോലെ അഴുക്കാക്കി അതേ വിയർപ്പിന്റെ സുഗന്ധത്തോടെ എവിടെ ഇരുന്നോ അവിടെ കൊണ്ടുവെക്കണം. ഇല്ലെങ്കിൽ അറിയാം ഞാൻ ആരാണെന്ന്. സിമ്പിൾ. നിനക്കിടക്ക് സിമ്പിൾ എന്ന് പറയാം, അനുഭവിക്കുന്നവർക്കല്ല എന്റെ ദുരിതം അറിയൂ. എടാ മണ്ട് ഗണേശ, തലയ്ക്ക് താൽത്താമസം വേണം. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് ഒരുത്തനെ കൊണ്ട് നിർത്തുക. എന്തിനാ? അവർക്ക് കാണാൻ മാങ്ങാത്തൊലി. എടാ റോഷ്നിയുടെ ഭർത്താവായിട്ട് ഒരുത്തനെ കൊണ്ട് നിർത്തുക. അതിന് റോഷിന്റെ ഭർത്താവ് ഞാനല്ലേ? നീയല്ല, വേറൊരുത്തൻ. അതങ്ങനെ വേറെ ആളായിരുന്നു. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് റോഷ്നിയുടെ ഭർത്താവ് പ്രദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ കൊണ്ട് അവതരിപ്പിക്കുക. പിന്നെ മേളിലത്തെ പ്രദീപിനെ കാണണം കാണണം എന്ന് പറഞ്ഞ് നിന്നെ മൂപ്പിനെ ശല്യപ്പെടുത്തില്ലല്ലോ. നിനക്ക് രാത്രി ഏണി വഴി കയറുകയും രാവിലെ ഇറങ്ങുകയും ചെയ്യാം. സോ സിമ്പിൾ. ഒരു ചായ മാറ്റേടേ. മുഖത്ത് പങ്കണ്ട
ഇതെങ്ങനെ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. സുഭദ്ര, ഞാൻ വേണ്ട വേണ്ട, ഈ ഏണി ഏണി എടുത്തോണ്ടൊന്ന് അപ്പുറത്ത് വെച്ചേ. ഈ ഏണി നമ്മക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. ഇന്നെന്താ കഴിക്കാൻ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറ്, എന്താ? സാമ്പാറ്, അവിയല്, പപ്പടം, പുളിശ്ശേരി, പായസം, ഇതെല്ലാം കൂട്ടി എനിക്ക് നൂണ് കഴിക്കണം. എന്നാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അത് ശരിയാവില്ല. എനിക്ക് നിന്റെ അതുകൊണ്ട് തന്നെ ഉണ്ടായി കഴിക്കണം. ഓ, ഇന്നെന്താ ഇത്ര നിർബന്ധം? ഇന്നെന്റെ പിറന്നാളല്ലേ? അയ്യോ, എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാനിപ്പോഴല്ലേ ഓർത്തത്. അയ്യോ, അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ലിസ്റ്റ് കൊടുത്താ എവിടെ ഉണ്ടെങ്കിലും സാധനം ഞാൻ ഉടനടി ഇവിടെ എത്തിക്കും. അയ്യോ, വിടുന്നേ. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ? എല്ലാം ഉണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? മോള് നേരെ അടുക്കളയിലേക്ക് കയറിക്കോ. ഞാൻ സാധനങ്ങളുമായിട്ട് ഇപ്പൊ എത്തിയേക്കാം. മുസത്തെ, ഈ സാധനങ്ങൾ വാങ്ങി എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ താഴെ ഉണ്ടാവും. വേഗം വേഗം വാ. അല്ല, രാവിലെ പോയാ പോരെ മോനെ? പോരമ്മേ, നമ്മുടെ ഉരുപ്പടികൾ നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അതും ശരിയാ. രാത്രി ആദ്യം ഉറക്കമൊഴിയാതെ സൂക്ഷിക്കണം. ഇതാര് പ്രദീപണനോ? അതേടാ കൊച്ചു പ്രദീപേ. അമ്മേ, ഇത് മനസ്സിലായി? മോളെ എവിടെ കാണട്ടെ? ഇനി ചത്താലും തിരക്കേടില്ല. ഇയാളെ മുഖം ഒന്ന് കാണാൻ സാധിച്ചു. അപ്പൊ ഹൗസേ, ഹൗസിന് ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ഒന്നായതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാർ ഇവനെ കൊച്ചു പ്രദീപെന്നും എന്നെ പ്രദീപ് അണ്ണാന്നുമാണ് വിളിക്കാറ്. എന്നാ പ്രതിവണ്ണം വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇവ മേളിലെത്തിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. റോഷിനി കാത്തിരിക്കുക. മോൻ ആദ്യം മോളിൽ കൊണ്ടു കൊടുക്ക. അവർ ഇവിടെ തന്നെയല്ലേ താമസം. സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ അമ്മ എന്നാ? ആ എടാ കേപ്പി, നിന്റെ ഈ കൂടുതൽ ഉറക്കൊഴിഞ്ഞുള്ള ബിസിനസ് ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കുവാനെ. ഞാൻ പോട്ടെ. വയ്ക്കോ, ഞാനും പോട്ടെ അമ്മേ. അപ്പൊ നാളെ കാണാം. അയ്യോ, അപ്പൊ ഞാനിവിടെ കിടക്കും. രോഷ്നി, ഇത്ര പെട്ടെന്ന് എത്തിയോ? വേഗം പോയി കുളിച്ചിട്ട് വാ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഭക്ഷണം റെഡിയാക്കാം. ഇനി പാതിരാത്രിക്ക് എന്തൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് നാളെ ആഘോഷിക്കാം. അയ്യോ, പടവലിങ്ങോ, പടവലിങ്ങോ. എടുത്ത് കാണാതെ. പൈപ്പ് തുറക്കുന്നവനെ അടയ്ക്കാൻ അറിയാൻ പാടില്ല.
വയസ്സുകാലത്തൊരു എണിക്കളി. ഈ മഞ്ഞ തന്നെ നിർത്തിയിട്ടാണ് ഏളി മദനോത്സവം താഴെ കൊട്ടും. ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത് എന്റെ മരം മണ്ടയ്ക്ക് വേണം ഇടിക്കാൻ. ഈ വയസ്സുകാലത്ത് ഞങ്ങൾ പ്രാന്താണ്. ഞാൻ ഊളം പറയിക്കൊണ്ട് ആരുമില്ലേ? അഞ്ചു മാസമായി നിന്നെ അന്വേഷിച്ച് നടക്കാം. ഇപ്പഴല്ലേ പറ്റിയിട്ട്